ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചെറുപഴം വെച്ചിട്ടൊന്ന് അട തയ്യാറാക്കണം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ കറുത്ത പഴവും അല്ലെങ്കിൽ ഒരുപാട് പഴുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സഡ് ജാറിലിട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒതുക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഏലക്ക അടയിലിടയ്ക്ക് കടിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. ഇനി ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇങ്ങനെ ഈ ഒരു പഴം നെയ്യും കൂടി വരുമ്പോൾ നല്ല മണം കേട്ടോ. നമ്മൾ ചക്കയുടെ ഒക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ചക്ക ഇല്ലാത്തപ്പോഴും നമുക്ക് ആ ഒരു ഇതുപോലെയുള്ള അട കഴിക്കുമ്പോൾ ചക്ക അട കഴിച്ച അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു അളവ് പറയാത്തത് പഴത്തിനനുസരിച്ചും നമ്മുടെ മിക്സിനനുസരിച്ചൊക്കെ മധുരത്തിൽ വ്യത്യാസം വരാം. അങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ പൊട്ടി വരും. ലാസ്റ്റ് ആ പൊട്ടിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരം നമ്മളിതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്തട്ട ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അടയ്ക്കൊരു മുറുക്കം കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരുപാട് പൊടി ചേർക്കേണ്ട, നമുക്ക് ഒരു മുറുക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3/4 കപ്പോളം പൊടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇലയിൽ ഇതുപോലെ അടയാക്കി പരത്തിയെടുക്കാം. മറ്റേ ഇടണയിലയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മൾ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ അതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇല ഒന്ന് മടക്കി വെച്ച് അടയാക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ആവിയിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരു നാടൻ അടയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇതുപോലെ വെള്ളത്തിലൊക്കെ പാത്രത്തിലൊന്നും വെള്ളം ഇല്ലാതെ ഇങ്ങനെ വരട്ടി നമുക്ക് ഫ്രീസറിലൊക്കെ വയ്ക്കാം. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്